ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്ത് തുടങ്ങി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം യൂസ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയുന്ന റിസൾട്ട് കാണുമോ, എന്താണ് അതിൻ്റെ ആഫ്റ്റർ എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനും ഒരു ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ എങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റം വന്നു, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെലിബ്രിറ്റീസ് കളർ വെക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല, ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ഇഞ്ചെക്ഷൻ എടുത്താണ് വെളുക്കുന്നത്. അത് ഗ്ലൂട്ടാത്തയോൺ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഒട്ടും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഈ മെഡിസിനൊക്കെ എടുക്കാൻ നേരത്തിനകത്തിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്കിൻ വൈറ്റനിങ് ആയിട്ടും ബ്രൈറ്റനിങ് ഒക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ആവട്ടെ, അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് എടുത്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ റീസെൻ്റ്ലി ഒരു ഗ്ലൂട്ടാത്തയോൺ എടുത്തു തുടങ്ങി. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. മൂന്ന് രീതിയിൽ നമുക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് IV ഷോട്ട്സ് ആണ്. IV ഷോട്ട്സ് എന്ന് പറയുമ്പോൾ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്ന ഈ സെലിബ്രിറ്റീസ് എടുക്കുന്ന സെയിം രീതി തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ, നമ്മൾ സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ഒരു തരം രീതിയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് ഒരു ഷോട്ടിനൊക്കെ എടുക്കുന്നതിന് 5000 എബോവ് പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ റിസൾട്ട് തരുന്നതും ഇതാണ് സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ക്രീംസ് ആണ്. ക്രീംസ് എന്ന് പറയുമ്പോൾ ഇത് പല ക്രീമായിട്ടും ഒക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ബക്കറ്റിനകത്തൊക്കെ കലക്കി പെയിൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് പറ്റാത്തതുകൊണ്ട് നമുക്ക് ക്രീംസ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ പല കളറായിരിക്കും. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഗ്ലൂട്ടാത്തയോൺ ഇടാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ഒരു ഡീമെറിറ്റ് ആണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോയിലായിരിക്കും. ക്രീമൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയുമ്പോൾ ഒരു നല്ലൊരു ചേഞ്ച് കണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലോങ് ടൈം എടുക്കും. അപ്പോൾ അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അടുത്തെന്ന് പറയുമ്പം ടാബ്ലറ്റ്സ് ആയിട്ടും ഗമ്മീസ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. അതാണ് കുറച്ചുകൂടെ, അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാനും പറ്റും. അതുമല്ല നമുക്ക് ബോഡി ഫുൾ അത് നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്ക് ബോഡി ഫുൾ അത് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ഇപ്പോൾ തന്നെ കുറേ ആഡും, ഇത് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ കുറേ ആഡും കുറേ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റും ഒക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കൂടുതൽ റിവ്യൂസ് ഉള്ളതും നല്ല കമൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തയോണാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷിക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ആണ്. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഷിക് ന്യൂട്രിക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്തിൽ 500 ml ഗ്ലൂട്ടാത്തയോണും പ്ലസ് വൈറ്റമിൻ സിയും ആണ് ഉള്ളത്. വൈറ്റമിൻ സി നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് കളർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആണ് ഇതിൽ ഫ്ലേവേർഡ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ നോർമൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്, ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കൂടിയതും അതേപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് തരുന്നതുമാണ്. അപ്പോൾ ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ് ഇതിൽ ഓരോ ടാബ്ലറ്റ്സിലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1980 രൂപയാണ്. ഇതിനകത്തിൽ 20 ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് കൺസ്യൂം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ടാബ്ലറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ ഈ ടാബ്ലറ്റ് എന്നും രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. കാരണം അപ്പോഴാണ് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് കാമായിട്ടിരിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ സാധാരണ രാവിലെയൊക്കെയാണെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോൾ കഴിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് പിന്നെ വർക്ക് ചെയ്യുന്നിടത്തായിരിക്കും. രാത്രിയിലാകുമ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഗുളിക ഒരു ടാബ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിനകത്ത് 20 ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ഞാൻ ഇതിലൊരു 18 എണ്ണത്തോളം കഴിച്ചു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കാണിച്ചു തരാം. ഇതാണ് ഒരു ടാബ്ലറ്റ്. ഇതിങ്ങനെ പലക ചപ്പാത്തി പരത്തിയതുപോലെ ഇരിക്കുന്നതിനായിട്ട് നിങ്ങൾ പേടിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു
സ്ട്രോബെറി ഫ്ലേവേർഡ് ആണിത്, പ്ലസ് ലെമൺ. അപ്പോൾ നമ്മളെന്താണ് ഒരു ലെമൺ ജ്യൂസിൽ ഒരു സ്ട്രോബെറി ഫ്ലേവർ വന്നാൽ എങ്ങനെയാണിത്, അതേപോലെയാണിത്. അപ്പോൾ 250 ml വാട്ടറിലാണ് ഞാൻ അതായത് ഒരു ഗ്ലാസ്, ഒരു അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ്സിലാണ് ഞാൻ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് ഇത് കുടിക്കാറ്. ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ ഇത്രയും വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ അലുത്ത് വരുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇത് ഫുൾ അലുത്ത് വന്നിട്ട് ഒരു നല്ല പിങ്കിഷ് കളറിൽ, നല്ല സ്ട്രോബെറി കളറിലുള്ള ഒരു വാട്ടർ ആകും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ ഓരോ ടാബ്ലറ്റ് എന്നും കഴിക്കുമ്പോഴും ഇതിങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെയാണിത് കഴിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം അലുത്ത് വരണം, എന്നിട്ട് നമുക്കിത് കുടിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മുഴുവനായിട്ട് അലുത്തിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. കുറച്ചുകൂടി നല്ല കളറാകും ഇത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാണ് ഈ വെള്ളത്തിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പിങ്ക് കളറാവും. ഇനി നമുക്കിത് കുടിക്കാം. അപ്പോൾ ഫൈനലി നമ്മളുടെ ഗ്ലൂട്ടാത്തയോൺ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുടിക്കാം. ഞാൻ യൂഷ്വലി ഇത് ഞാൻ പറഞ്ഞില്ല നൈറ്റാണ് കഴിക്കാറ്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതങ്ങ് കുടിക്കുവാണ്. കാരണം വീഡിയോ രാവിലെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് രാവിലെയും കുടിക്കുവാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വെള്ളം കുടിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഇത്രയും ഗ്ലാസ് വെള്ളം ഇത് കുടിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ വെള്ളം ചെല്ലും. അപ്പം ഞാൻ അതുകൊണ്ട് കറക്റ്റായിട്ട് കുറച്ച് ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞു. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഫേസിൽ അങ്ങനെ മുഖക്കുരു അങ്ങനെയൊന്നും വരുന്ന ഒരാളല്ല ഞാൻ. എനിക്കിങ്ങനെ മുഖക്കുരു ഒന്നും വരാറില്ല. കറണ്ട് പോയോണ്ട് നല്ല ചൂടുണ്ട്. എനിക്കിങ്ങനെ മുഖക്കുരു ഒന്നും വരാറില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കുള്ളത് ഇത്രയും ഭാഗത്തുള്ളൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ്. അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വലിയ റിസൾട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാനിത് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 16 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ 2 ദിവസം ഗ്യാപ്പ് എടുത്തായിരുന്നു, നാട്ടിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊണ്ടൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത്രയുള്ളൂ. അതിനുള്ളിൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മിനിമം പറയുന്നത് ഇവർ 8 വീക്സ് എങ്കിലും ഇത് യൂസ് ചെയ്യണമെന്നാണ്. മിനിമം 8 വീക്സ് എങ്കിലും ഷിക്നോട്രിക്സ് യൂസ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ലതായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ടാബ്ലറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ ഈ ഭാഗത്ത് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈറ്റിൽ കയറി വാങ്ങിക്കുക. ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ ഗ്യാസ് ട്രബിൾ, മുഖത്ത് കുരു അങ്ങനെയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ പോയ സമയത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി കളർ കുറയോ അങ്ങനത്തെ ഒരു ഇതും വന്നിട്ടില്ല. മേ ബി കുറച്ച് നാൾ ഞാൻ നിർത്തി വയ്ക്കുമ്പോൾ ആ ഒരു ഗ്ലോ മെല്ലെ കുറയുമായിരിക്കും. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ല 20 ടാബ്ലറ്റ്സിൽ ഞാൻ 16 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ IV ഷോട്ട്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡബിളും ആണ്. നമ്മുടെ ദേഹത്ത് ഫുൾ ഇത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ടാബ്ലറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ നോർമൽ നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ കുറച്ച് വെള്ളമല്ലേ ചെയ്തിട്ടു. ഇതാകുമ്പോൾ ഇത്രയും ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ നമുക്ക് ഈ ടാബ്ലറ്റ് ഇട്ട് കുടിക്കുമ്പോൾ ടാബ്ലറ്റിൻ്റെയും പ്ലസ് ആ വെള്ളത്തിൻ്റെ ഗുണവും കൂടി നമുക്ക് ചെല്ലും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുവാണ്. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് പേഴ്സണലി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻസ് ഒക്കെ നോക്കിയിട്ടും ഇതിൻ്റെ ആഫ്റ്ററൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എടുക്കുകയാണ്, അതുകൊണ്ട് വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഫുഡൊന്നും കഴിക്കണ്ട, എല്ലാം ഗ്ലൂട്ടാത്തയോണിൽ ചെയ്യുന്നുള്ളൂ വിചാരിക്കരുത്. നോർമലി നിങ്ങൾ ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ രാവിലെയും രാത്രിയിലൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനും കുടയും വെയിലൊന്നും മാക്സിമം കൊള്ളാതിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്കിൻ പോലെ ഫീൽ ചെയ്യാറുണ്ട് നേരത്തെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.